പാൽക്കപ്പയും ബീഫും വാങ്ങാം. പാൽക്കപ്പയും ബീഫുവാ വാങ്ങിച്ചു തരുമോ? അപ്പോൾ ഞാൻ കപ്പയും ബീഫും മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ അറിയാം നീ? എനിക്കുണ്ടാക്കാൻ അറിയാമുള്ള ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് പാൽക്കപ്പയും ബീഫും ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഒരുമിച്ച് ഉണ്ടാക്കി നോക്കാം. വാ, അറിയാവുന്ന പോലെ യൂട്യൂബ് ഒക്കെ ചെയ്യാം. അപ്പോൾ നീ ആദ്യം പോയി ഉള്ളിയും ഇതൊക്കെ ശരിയാക്കട്ടെ ഗൈസ്, അല്ലെങ്കിൽ അമ്മ മടി പിടിച്ചിരിക്കും. അപ്പോഴത്തേക്കും ഞാനിത് ക്ലീൻ ആക്കാനുള്ള പരിപാടി നോക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് ബീഫ് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത്ര ബീഫൊന്നും വേണ്ട, കുറച്ച് ബീഫ് എടുത്താൽ മതി നമ്മുടെ പാൽക്കപ്പയ്ക്ക്. അപ്പോൾ കപ്പ കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയ മാത്രം പോരാ ഗൈസ്, നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെക്കണം. അപ്പം മാധവ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് കപ്പ അരിഞ്ഞ് കൊത്തി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഞാൻ സത്യം പറയട്ടെ ഗൈസ്, ഈ കുക്കർ ആക്ച്വലി വർക്ക് ചെയ്യൂലടാ. അതൊരു പാത്രമായിട്ട് ഞാൻ വെച്ചേ ഉള്ളൂ. അപ്പം നമുക്കിനി ബീഫിലോട്ട് വേണ്ട പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കപ്പ വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞുള്ളി, വെളുത്തുള്ളി എല്ലാം ഈ ചീനച്ചട്ടിയിലിട്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് അങ്ങോട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ ഇതിന് എളുപ്പപ്പണി, വേറൊരു പാത്രം കഴിയണ്ടല്ലോ, അത്ര ആശ്വാസം. എനിക്കല്ല കേട്ടോ, ഇനി ചേട്ടന്. അപ്പം നമ്മളെല്ലാം ഈ ചട്ടിയിൽ തന്നെ ചതച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുക്കറുണ്ടെങ്കിൽ കുക്കറിലിട്ട് ചതക്കാം. നമുക്ക് മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ നമുക്ക് മൈൻഡ്. മഞ്ഞൾപ്പൊടി തീർന്നു. മുളക് പൊടി, മെയിൻ സാധനമാണ് ഗൈസ്, കൊക്കോ ഫിഷ്. ഇതാണ് നമുക്ക് ബീഫിൽ വേണ്ട സാധനം കേട്ടോ. സ്മെല്ല് അതിന്റെ ശേഷം നമുക്ക് ഇത്തിരി വിനീഗർ, ഇത്തിരി കേട്ടോ. നമ്മുടെ ബീഫ് ഒരു പിടി അങ്ങോട്ട് പിടിക്കുക. വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. കുക്കർ കേടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ടൈമിൽ കറി റെഡി ആയേനെ. കാരണം പെട്ടെന്നുള്ള റെസിപ്പിയാണ്. എന്തായാലും അത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ ടൈമിൽ നമുക്ക് പാൽക്കപ്പൊക്കെയുള്ള തേങ്ങ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ നമ്മളിങ്ങനെ കണ്ടോ, ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചിരകിയ പോലെ തന്നെ കിട്ടും. ഈസിയാണ്. എനിക്ക് ചിരകുന്നതിനേക്കാൾ കൂടുതൽ ഇതാണ് കേട്ടോ കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നുന്നത്. ഇനി നമുക്കിത് പിഴിഞ്ഞ് പാല് മാത്രം എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ചിഞ്ചൻ്റെ ഫുൾ ശക്തി ഉപയോഗിച്ച് അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മാത്രം കഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത് ഇത്ര അലമ്പ് ചെയ്ത്. പക്ഷേ ഓക്കെ, ഇനി നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, കടുക് പൊട്ടിച്ചിട്ടുണ്ട്, വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ച കപ്പ അതോട്ട് ഇട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്തോട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആ ഒരു തേങ്ങാപ്പാൽ തന്നെയാണ് ഇട്ട് ഉടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതോടെ തേങ്ങയുടെ ബാക്കി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് കുത്തി ഉടച്ച് മിക്സാക്കി അപ്പോൾ തേങ്ങാപ്പാൽ അങ്ങോട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പാൽക്കപ്പയും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട് ഗൈസ്, കാരണം നമ്മൾ ഉച്ചക്കത്തെ ഫുഡാണ് ഈ കഴിക്കുന്നത്. പുറത്തോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നട്ടപ്പാതിരാത്രി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കി വന്നപ്പോൾ ഇന്നേരം കുക്കർ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വേവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. വിശപ്പ് കൂടുതലുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആക്ച്വലി ഇത് കഴിഞ്ഞ മാസം എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.